സന്ധ്യാസമയങ്ങളിൽ നിലവിളക്കൊക്കെ തെളിയിച്ചു വെച്ചതിന് ശേഷം ജപിക്കാൻ പറ്റിയ ഒരു സന്ധ്യാനാമത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സന്ധ്യാനാമം നിങ്ങൾ എല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ശ്രേഷ്ഠതകളും ഉണ്ടാകും. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ കുടുംബം എപ്പോഴും സന്തോഷത്തിൽ നിലകൊള്ളും. എല്ലാ ദിവസവും ഈ ഒരു നാമം ജപിക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ ചുറ്റുമുള്ളതുമെല്ലാം ഒരു അനുഭൂതിയിൽ, ഒരു സന്തോഷത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രയ്ക്കും ശക്തിയായിട്ടുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു നാമമാണ് ഇത്. നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു നാമം ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ നിങ്ങൾ കുടുംബക്കാർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ആ നാമം ജപിക്കുന്നതെങ്കിൽ അത് അത്രയും ശ്രേഷ്ഠമാണ് കേട്ടോ. പക്ഷെ എല്ലാ കുടുംബങ്ങളിലൊന്നും അത് സാധിക്കണം എന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഹൈന്ദവര് എല്ലാവരും ഒരുമിച്ചിരുന്ന നാമജപമൊക്കെ നടത്തുന്നത് അപൂർവമാണ് എന്ന് എനിക്കൊരു പരാതിയുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ആ ജപിക്കുന്ന ആ ഒരു സുഖമൊന്നും മിക്കവാറും പല വീടുകളിലും കിട്ടാറില്ല. ഇനി ഒരാൾ മാത്രമാണ് ജപിക്കുന്നത് എങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ തുടർന്നു കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു നാമം ഇതാണ്: അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരി എന്ന് തുടങ്ങുന്ന ഈ ഒരു നാമമാണ് ഞാൻ പറയാനായിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു നാമം നിങ്ങൾ ജപിക്കുന്നവരുണ്ടാകും. അപ്പോൾ ജപിക്കാത്ത ആളുകളാണെങ്കിൽ ഉടനെ ജപിച്ചു തുടങ്ങണം. അതും എല്ലാ ദിവസവും നിങ്ങൾ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. മഹാവിഷ്ണുവിനെയും അവതാരകനായ കൃഷ്ണനെയും രാമനെയും ഭജിക്കുന്നതിലൂടെ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം ഈ ഒരു നാമത്തിലൂടെ നമ്മൾ ഈ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത്. സർവവ്യാപിയായ, സർവശക്തനായ, സർവരക്ഷകനായ മഹാവിഷ്ണുവിനെ അച്യുതാഷ്ടകം ചൊല്ലി ആരാധിച്ചാൽ നമ്മുടെ ബോധത്തെ പരമാത്മാവിൻ്റെ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഓർത്തു നോക്കിക്ക് എന്ത് ശ്രേഷ്ഠമാണല്ലേ ഈ ഒരു അച്യുതാഷ്ടകം ജപിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അച്യുതാഷ്ടകം നിങ്ങൾക്ക് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി ജപിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കിട്ടും. അപ്പോൾ അത് നോക്കി നിങ്ങളൊന്നില്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതി എടുത്തിട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരു നോട്ട്ബുക്കിൽ എന്തെങ്കിലും എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ജപിക്കാവുന്നതാണ്. പിന്നെ അച്യുതാഷ്ടകം എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. അറിയാവുന്ന ആളുകൾ നിത്യവും ഇത് ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. സർവവ്യാപിയായ, സർവശക്തനായ, സർവരക്ഷകനായ മഹാവിഷ്ണുവിനെ അച്യുതാഷ്ടകം ചൊല്ലി ആരാധിച്ചാൽ അറിവിൻ്റെ, ശക്തിയുടെ, ബോധത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ അഗാധമായിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ ആ ഒരു അഗാധമായിട്ട് അത്രയും പരന്നു കിടക്കുന്ന ആ ഒരു കടലിൽ നമ്മൾ മുങ്ങി നിവരുമ്പോഴുള്ള ആ ഒരു സുഖമാണ് അച്യുതാഷ്ടകം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന അത്രയും വലിയൊരു അനുഭൂതിയാണ്. ഇത് ജപിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഇത് ജപിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അനുഗ്രഹം, നിങ്ങളുടെ ആ ഒരു അനുഭൂതി തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇത് ജപിക്കുന്നതിലൂടെ 4 പുരുഷാർത്ഥങ്ങൾ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ നമ്മുടെ കൈകളിൽ നമുക്ക് ഒതുക്കി പിടിക്കാനായിട്ട് സാധിക്കും. അച്യുതൻ എന്നാൽ നാശമില്ലാത്തവൻ എന്നാണ് അർത്ഥം. അഷ്ടം എന്നാൽ 8 ശ്ലോകങ്ങളടങ്ങിയ ഒരു സ്തുതിയാണ്. വിപരീതമെന്നും അഷ്ടകത്തിന് അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ മനുഷ്യരിലുള്ള എല്ലാ വിപരീതങ്ങളെയും അകറ്റി നവോർജം പ്രദാനം ചെയ്യുന്നു എന്ന് ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ കലയോടുകൂടിയ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ആശ്രിത വത്സലനായ മറ്റൊരു മൂർത്തിയില്ല. അത്രയ്ക്ക് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് നൽകുന്ന ഒരു ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. സങ്കടവുമായി സമീപിക്കുന്ന ആരെയും ഭഗവാൻ കൈവിടുകയില്ല. ചില പരീക്ഷണങ്ങളിലൊക്കെ നമ്മളെ ഏർപ്പെടുത്തും. കാരണം നമ്മൾ സത്യസന്ധരാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഭക്തി സത്യമാണോ, നമ്മൾ കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഭഗവാന്റെ അടുത്ത് വരുന്നത് എന്നൊക്കെ ചിലപ്പോൾ ഒന്ന് പരീക്ഷിക്കുമെങ്കിലും ഭഗവാൻ നമ്മളെ എല്ലാ സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമായിട്ട് വെക്കും. പക്ഷെ ആ പരീക്ഷണങ്ങളിലൊക്കെ നമ്മളെ ഒത്തിരി തളർത്താതെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു കരുത്ത് നൽകി നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ ഭഗവാന്.
അപ്പോൾ നമ്മൾ പരീക്ഷണങ്ങളിൽ നമ്മൾ ഒരിക്കലും തോറ്റു പോകത്തില്ല. കാരണം നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കൊരു ധൈര്യം തന്ന ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പരീക്ഷണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആ സമയവും ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അച്യുതാഷ്ടകം ജപിക്കുന്നവർ ജീവിതത്തിൽ വഴി തെറ്റിപ്പോവുകയില്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവരെ വളർത്തിയെടുക്കാനായിട്ട് ഈ അച്യുതാഷ്ടകം അവരെ ജപിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. അപ്പോൾ അവർ എല്ലാ ദിവസവും അവർ ഈ ഒരു അച്യുതാഷ്ടകമൊക്കെ ജപിച്ച് വളരട്ടെ. അവർക്ക് ഒരു തരത്തിലുള്ള തിന്മയും ഉണ്ടാവത്തില്ല. നേർവഴി നടക്കാനായിട്ട് അവരെ ആരും പ്രാപ്തരാക്കേണ്ട. ആ ഭഗവാൻ തന്നെ അവരെ നേർവഴി നയിച്ചുകൊള്ളും. അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളവരെയും സ്വാധീനിക്കാനും ഒക്കെ ആകും. അതുപോലെ തന്നെ അവരുടെ എല്ലാ മോഹങ്ങളും സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അവസാനം മോക്ഷവും ലഭിക്കാനായിട്ട് ഈ അച്യുതാഷ്ടകം തന്നെ വേണം. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ അച്യുതാഷ്ടകം ജപിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക. അച്യുതാഷ്ടകം നിത്യവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ജപിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ബുധനാഴ്ച ദിവസമൊക്കെ അച്യുതാഷ്ടകം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ ദിവസവും ഞാൻ എന്നുദ്ദേശിച്ചത് എല്ലാ ദിവസവും ജപിക്കണം, എല്ലാ ദിവസവും ജപിച്ചാൽ മാത്രമാണ് അതിൻ്റെ അനുഭൂതി ലഭിക്കുകയുള്ളൂ എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. പക്ഷേ ചില ആളുകൾക്ക് എല്ലാ ദിവസവും നാമം ജപിക്കാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. നമ്മളെല്ലാവരോടും ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു അച്യുതാഷ്ടകം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലാതെ നമുക്ക് രോഹിണി നക്ഷത്രമൊക്കെ വരുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു അച്യുതാഷ്ടകം ജപിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ചിങ്ങമാസത്തിലെ അഷ്ടമിയും ദീപാവലി, വിഷു ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അച്യുതാഷ്ടകം എന്തായാലും നിങ്ങൾ മുടങ്ങാതെ ജപിക്കുക തന്നെ വേണം കേട്ടോ. അതുപോലെ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച വരുന്ന കുചേല ദിനം, അതൊക്കെ നമ്മൾ ഈ ഒരു അച്യുതാഷ്ടകം ജപിക്കാൻ അത്യുത്തമമായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം മറക്കാതെ അച്യുതാഷ്ടകം ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാ ദിവസവും ജപിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. എല്ലാ ദിവസവും ജപിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും എല്ലാ ദിവസവും അച്യുതാഷ്ടകം ജപിച്ചിരിക്കണം കേട്ടോ. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും പറയണേന്ന്. അങ്ങനെയല്ല കേട്ടോ, ഇത് അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അമ്മമാർ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് അത് ചിലപ്പോൾ അവർ പോമ്മ അങ്ങനെയല്ല എന്ന് പറയും. പക്ഷേ വേറൊരാൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ അതിൽ 10 കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠതയല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പെട്ടെന്ന് ഒരു കാര്യവും ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് കുറവാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഇങ്ങനെ ഒരു സ്വയം മറന്നുള്ള ഒരു ലോകത്താണ്. അവർ കാണുന്നതെല്ലാം അവർ ചെയ്യുന്നതെല്ലാം ഒരു മായയാണ്. അവരുടെ കൈപ്പിടിയിൽ അല്ലെങ്കിൽ വിരൽത്തുമ്പിൽ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒന്നിനു വേണ്ടിയിട്ടും കഷ്ടപ്പാട് അറിയാത്ത കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കത് ചെയ്യാൻ മടിയുള്ള കുട്ടികളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാനീ പറയുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് ശ്രേഷ്ഠതയല്ലേ. അപ്പോൾ നിങ്ങളെല്ലാ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഈ ഒരു അച്യുതാഷ്ടകം ഉറക്കെ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് കേട്ട് ആ കുഞ്ഞുങ്ങൾ പഠിച്ചോളും. അപ്പോൾ അവർ നാളെ അത് ജപിക്കാനായിട്ട് ശീലിച്ചോളും. അപ്പോൾ അതവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം നൽകും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.